മോഹഭംഗ മനസ്സിലെ നിർത്തടാ. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു പാട്ട്. അതിനാണല്ലോ ആ പാട്ട് പാടിയത്. പാട്ടിടാറാകുമ്പോൾ ഞാൻ പറയാം, നീ പോയിക്കേ. ഓടാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ വന്നിരിക്കുന്നത് സിറ്റി സിംസ് പാർട്ട് 2 ആയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ പണി കിട്ടി, അതെന്തായാലും ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. ഈ ഗെയിം ഡിലീറ്റായി. അത് ഈ ആപ്സൊക്കെ കളയേണ്ട കൂടെ അങ്ങനെ കളഞ്ഞതാണ്. എന്തായാലും നമുക്ക് അപ്പോൾ ഇനി വീണ്ടും കിടക്കയും പെട്ടിയൊക്കെ ഇനി വീണ്ടും ഒന്നും കൂടിയും പുതിയതൊക്കെ വാങ്ങിച്ചിടണം. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ ഷെൽഫൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. അത് ഇവിടെ തന്നെ വയ്ക്കാം അല്ലേ. എന്നിട്ട് ഇതിന് മുകളിൽ നേരത്തെ വെച്ച് ഈ ലാൻഡ് ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഇതിന് മുകളിൽ വയ്ക്കാം. ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വൃത്തി വന്നു. ഇനി നമ്മുടെ മറ്റേ ലാമ്പ് എടുക്കണം. ഫ്ലോർ ലാമ്പ് ലെവൽ 2 നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിന് കേട്ടോ, അതിന് മുകളിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതാ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചാലോ? പക്ഷെ അവിടെ തടസ്സമാവില്ല അതെടുക്കാൻ. ഇങ്ങനെ വെച്ചാൽ കുറച്ച് ദൂരെയാകും. കുഴപ്പമുണ്ടാവില്ല. ഇതിനെ നമുക്ക് മാറ്റണം. കുഴപ്പമില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും മതി. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് വല്ല ജോലിയൊക്കെ കണ്ടുപിടിക്കണം. ആരോടാ പോസ്റ്റൊക്കെ തട്ടിട്ടെ? നീയാണോടാ? തലയാ അവൻ്റെ അടുത്ത് അപ്പോഴും ഞാൻ പറഞ്ഞതാ ഇതൊന്നും എനിക്ക് ഇട്ടുണ്ടാന്ന്. അപ്പോൾ ഇതിലേത് വേണം ജോലി? അതാ ഇതിനെ മതി. ഞാൻ കുറച്ച് മുന്നേ ആലോചിച്ചതായിരുന്നു ഇതാവണമെന്ന്. ഞാൻ നേരത്തെ ഇന്നലെ അല്ല, കഴിഞ്ഞ പാട്ടിൽ ഞാൻ കളിക്കുമ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ കണ്ടതാണ്. ഇവിടേക്കാണോ പോണ്ടേ? തീ പിടിപ്പിക്കാൻ എന്താ താഴെ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിൻഡോ ഒക്കെ റിയലിസ്റ്റിക്കാ, എന്ത് പറയാനാ. ഇപ്പം നമ്മുടെ ശരിക്കത്തെ ജോലി തുടങ്ങി. ഇനി എവിടെയാണോ തീ പിടിക്കണത് ആ തീയൊക്കെ ഞാൻ പോയിട്ട് അണയ്ക്കണം. വാവ്, ബ്യൂട്ടിഫുൾ തീ. നല്ല രസമുണ്ട് കേട്ടോ. മത്താപ്പൊക്കെ കത്തിക്കണ പോലെ ഉണ്ട്. വണ്ടിയൊക്കെ നേരാവണ്ണം കഴുകണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇതെന്താ തീയൊന്നും അണയാത്തെ? നേരാവണ്ണം ഇനി നന്നായിട്ട് അടിക്കണോ? കുറച്ചും കൂടി അടുത്തേക്ക് പോയി അടിച്ചേക്കാം. ഇപ്പം അണഞ്ഞു. തോട് പൊട്ടിയാണാവോ? അയ്യോ, ആസിഡ്. ഒന്നും പറ്റിയില്ലേ? ഇങ്ങനെ പേടിക്കാ. അയ്യോ, എന്നെ പട്ടിയിടിക്കേ. രണ്ട് ഓലക്കീറും വെള്ളത്തുണി എടുക്കാൻ വരട്ടെ. ഇന്ന് ഞാൻ വരട്ടും. അയ്യോ, വീണ്ടും വരട്ടെ. ഇല്ല, ഇനി കുറച്ച് വെള്ളം കുടിക്കേ. വെള്ളം കുറവുണ്ടോ കടലില്? നോക്കട്ടെ. ഇവിടെയോ? വെള്ളം വരുന്നത്. അത് കണ്ടപ്പോൾ ഇത് കണ്ട, ജസ്റ്റ് മിസ്. തീന് ഹെൽത്ത് ബാർക്ക് ഉണ്ട്. അവിടെ കിടക്ക. ഇത് കറക്റ്റ് പോയിന്റ് ചെയ്താലേ തീ അണയുള്ളൂ. കണ്ടോ അങ്ങനെ. അങ്ങനെ പൈസയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ടാക്സി ഡ്രൈവറായിട്ട് നമുക്കിനി ജോലി ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അവരെയൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി വിടണം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഈ റൂട്ടല്ല, നേരെ തിരിച്ചിട്ട് നമുക്ക് മറ്റേ മഞ്ഞ കളർ കാണിക്കണില്ലേ, ഇത് കൂടെ വേണ്ട അത് കൂടെ പോകണ്ട. വെറുതെ ഇനി അത് കൂടെ പോയാൽ ഇനി ആ വഴി ഇല്ലെങ്കിലോ. ഇതിൽ കുറേ വഴികളുണ്ട്, അത് കൂടെ ഒക്കെ പോവാം. കണ്ടോ അവിടെ ആരും കണ്ടില്ലല്ലോ. ഞാൻ ടാക്സി കയറി അങ്ങോട്ടേനും പോവാ. ഓടിവാ കണ്ണാ, വാ ഓടിവാ. ബാക്കിൽ പോയിരിക്കടാ. ബാക്കിൽ പോടാ, ബാക്കിൽ പോയിക്കോ. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഞാൻ ഇത് കൊണ്ട് കടലിലിടും. പറഞ്ഞേക്കാം. എന്നാ കുഴപ്പമില്ല, ബാക്കിൽ പോയിക്കോ. എന്റെ സ്ഥലം. എന്നാ ശരി, ഞാൻ ബാക്കിൽ നിർത്തിട്ട് ഗെറ്റ് ഔട്ട്. അമ്മോ, എന്നെ പിടിച്ചേനെ. ടാക്സിക്കാരന് വന്ദനം. കൊട്ടവരിവൻ കടല പോലെ മടങ്ങിയല്ലോ.
അടിപൊളി ട്രാൻസാക്ഷൻ ആയില്ലേ? മാറുന്ന കടി. ടാക്സി. ഈ ഒപ്പം തിന്നോ? നിന്നെ കൂട്ടാൻ ഈ ടാക്സി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നിന്നെ കൂട്ടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. ഗമ്മും പക്ഷെ ആയാലും നീ ഇവിടെ തന്നെയല്ലേ ഇരിക്കാൻ പോണത് മണ്ടൻ്റെ പോലെ. എന്താടാ ഗോറിലേക്ക് കല്ലേറ് കിട്ടിയ സൗണ്ട് ഉണ്ടാക്കണേ? പിന്നെ ഹാ എന്ന് പറഞ്ഞപ്പോ തുപ്പിലറച്ച്. ഇപ്പൊ ചോര തെറിച്ചു. ശബ്ദം ശരിയായില്ല. അതൊരില്ല കൂടുതലായിരുന്നു. അത് ചങ്കിലുണ്ടായിരുന്നെ. ഫ്രണ്ട്സ്, ആ ജിമ്മിനെ ഇടിച്ചിടിച്ചിട്ട് എൻ്റെ കാറ് പൊട്ടിത്തെറിക്കാതായി. ഇപ്പോൾ കുഴപ്പമില്ല. വർക്ക് സ്റ്റോപ്പിടാ. വണ്ടി പൊട്ടിത്തെറിപ്പിച്ചു. കുഴപ്പമില്ല. നമുക്ക് പിന്നെന്താ ഇനി ചെയ്യാൻ പറ്റുക? നിങ്ങളെ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി വല്ലതും ഉണ്ടോ വേറെ വല്ലതും എക്സ്ട്രാ ആയിട്ട്? കുറച്ച് വേണ്ട. ഇതെന്തത്? ഇതെന്തിനത്? കംഫോർട്ടാ? ബിസിനസ്സാ? ഇതൊക്കെ എന്തിനാ? ചിലപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് മറ്റേ ടാക്സിയുടെ ഇതൊക്കെ കളിച്ച് കഴിഞ്ഞ് കംഫോർട്ടൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ കാറ് കിട്ടുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 3 സ്റ്റാർ കിട്ടി ആ കാറ് നമുക്ക് എടുക്കാം. അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ലെവലപ്പ് ചെയ്യുമ്പോൾ പുതിയ നല്ല നല്ല കാർസ് കിട്ടും. അങ്ങനെയാണ്. പക്ഷെ ഇതിൻ്റെ അത്രയ്ക്ക് സ്പീഡ് ഉണ്ടാവുമോ? അത് അറിയില്ല. ചിലപ്പോൾ സ്പീഡ് ഉണ്ടാവും. അതാവും അങ്ങനെ വെച്ചിരിക്കണത്. ഇതിൽ കൊണ്ടോ ടാക്സി ഡ്രൈവർ ട്രാൻസ്പോർട്ട് പീപ്പിൾ ഏൺ മണി. അതുകൊണ്ട് ഒരു 3 സ്റ്റാർ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ക്രോപ്പ് ചെയ്ത് കാണിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് 3 ആയാലേ പറ്റുള്ളൂ പുതിയ കാറൊക്കെ വാങ്ങാൻ. അപ്പം ഇനി വീണ്ടും ഒരാളെയും കൂടി പിക്ക് ചെയ്തിട്ട് ഒരാളല്ല, ഇനിയും ആൾക്കാരെങ്ങനെ ഇതുപോലെ കുറേ ചെയ്യണം തോന്നുന്നുണ്ട്. എന്നാലും എനിക്ക് കുറേ പൈസ കിട്ടുള്ളൂ. മാറ്റി കിട്ടി. എടാ, വ്യൂവേഴ്സിന് ബോറടിക്കണം, കുറച്ച് പാട്ടിട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി കുറച്ച് റിച്ച് ആവണം. ഈ ഫ്രീക്ക് കോലൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. നെക്സീസിൻ്റെ തന്നെ ഷർട്ടുണ്ട് കേട്ടോ ഈ കമ്പനി ഇതുണ്ടാക്കിയത്. എന്തിനാവും ഇങ്ങനെ ഞെളിയും പിരിയൊക്കെ ചെയ്യണം? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് പാൻറ്റാണ് നമുക്ക് സെലക്ട് ചെയ്യുള്ളത് കേട്ടോ. ഇത് മതി. ഇത് അത്യാവശ്യം ബ്ലാക്ക് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ, അവിടെയൊക്കെ പീക്കോക്കാണ്. ഇതിപ്പോൾ ഈ ഷർട്ടും പാൻറ്റും നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ളതാണ്. ബാക്കി ഇതാണ് ഞാൻ ഇനി വീട്ടിലും റോട്ടിലൊക്കെ ഞാൻ ഇടാൻ പോകുന്നത്. മാത്രമല്ല വേറെ സംഭവം എന്താ വെച്ചാൽ, ഇതാണ് ഞാൻ മറ്റേ കഴിഞ്ഞ കളിയിലൊക്കെ ഇതായിരുന്നു ഇടേണ്ടതെന്ന് തോന്നുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അത് ഇതാണ് ഇട്ടിരിക്കണേന്ന്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണിതിൽ. അപ്പോൾ നമുക്ക് ഈ കാർ എടുക്കാം കേട്ടോ, നല്ല കാറ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് കളർ ഇതൊക്കെ തന്നെ ആക്കണം കേട്ടോ. എന്താ അറിയോ, നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു ലുക്ക് കിട്ടാനാ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ചെയ്തു. ഇനി തൊപ്പി മാറ്റണ്ടേ? കാർ ഷെയറിങ്ങിന് മതി കേട്ടോ. എന്താ കാരണം എന്നറിയോ, നമുക്കിനി പൈസ കിട്ടുമ്പോൾ ഇനി വലിയ കാർസൊക്കെ മേടിക്കാം. നമുക്ക് കിടക്കണമുണ്ടോ പല്ലീനൊക്കെ ചതച്ചിട്ട പോലെ? നമ്മൾ എത്രാമത്തെ ഇതിലാണ് കേട്ടോ. ഇത്ര നമ്മൾ അധ്വാനിച്ച് കാശുണ്ടാക്കി. നമുക്ക് നേരെ വീട്ടിക്കും. ഇത്രയും നല്ല പൈസ ആയിട്ട് വീടല്ല, ഒരു ബിൽഡിങ്. അപ്പോൾ ഇവിടെ പാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല. പൈസ കിട്ടിയാൽ ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. തൊപ്പി മാറ്റാൻ മറന്നു. കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയൊക്കെ പുറത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ തൊപ്പി മാറ്റാം ഫസ്റ്റ്, എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ.
ഓക്കെ ഇപ്പോൾ കാലില്ല. ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മുടെ വലത്തേക്കാല് വെച്ച് നമ്മൾ കയറി. ഇടത്തേക്കാലായ അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ പതുക്കെ സ്ലോ മോഷൻ നടന്ന് ബെഡിൽ ചാടിക്കയറി എന്നിട്ട് ചാടിക്കളിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത പാർട്ട് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിടും. പക്ഷേ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലെത്രയാണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണത് അത്രത്തോളം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അപ്പോൾ എത്ര ഉണ്ടോ അത്രയും പാർട്സ് വരുന്നതാവും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.